നമ്മൾ സ്നേഹത്തോടെ സ്വാമി എന്ന് വിളിക്കുന്ന KS വെങ്കടാചലത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. തുഞ്ചൻ പറമ്പിൽ ഇവിടുത്തെ ഏത് പരിപാടികളിലും സജീവ സാന്നിധ്യമായ, പതിറ്റാണ്ടുകളിലായി ഇവിടുത്തെ പരിപാടികളിലൊക്കെ തന്നെ വരുന്ന അദ്ദേഹം കഴിഞ്ഞ വർഷം കമ്പരാമായണത്തെക്കുറിച്ച് രാമായണ പ്രഭാഷണ പരമ്പരയിൽ സംസാരിച്ചിരുന്നു. ഈ വർഷം വിവിധ രാമായണങ്ങളുടെ ഒരു താരതമ്യ ആസ്വാദന സംഭാഷണമാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. വാൽമീകി രാമായണത്തിന് ഡോക്ടർ M ലീലാവതി രചിച്ച ഹൃദ്യവും പഠനാർഹവുമായിട്ടുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതിനെ പ്രധാനമായി അവലംബിച്ചുകൊണ്ട് അതിനെയും തുളസീദാസിൻ്റെ രാമചരിതമാനസത്തെയും അധ്യാത്മരാമായണത്തെയും കമ്പരാമായണത്തെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ ശ്രീ KS വെങ്കടാചലം നടത്തുന്നത്. അദ്ദേഹം എഴുത്തുകാരൻ എന്ന നിലയിൽ, വിവർത്തകൻ എന്ന നിലയിൽ ഒക്കെ വളരെ സുപരിചിതനാണ്. തമിഴിൽ നിന്ന് ഒരുപാട് ഗ്രന്ഥങ്ങൾ, വൈരമുത്തുവിൻ്റെ അടക്കം ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. മികച്ച വിവർത്തകനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെയും തുഞ്ചൻപറമ്പിലെയും ഒക്കെയുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ സജീവ സാന്നിധ്യമാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ അദ്ദേഹത്തെ സംഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ കാലത്തിന് നന്ദി. എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതിന് എഴുത്തച്ഛന് നന്ദി. പ്രേംപിന്നെ എന്നും ആരാധനയോടെ ഞാൻ മനസ്സ് സൂക്ഷിക്കുന്ന വാസുവേട്ടന് നന്ദി. എനിക്കറിയാം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് രാമായണത്തെ എന്നെക്കാളും കൂടുതൽ അറിയാമെന്ന്. ആ ബോധത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വാൽമീകി രാമായണവും തുളസി രാമായണവും കമ്പരാമായണവും അധ്യാത്മരാമായണവും ഞാൻ വായിച്ചു. വാൽമീകിയുടെയും തുളസീദാസിൻ്റെയും കമ്പൻ്റെയും എഴുത്തച്ഛൻ്റെയും ചിന്തകളും കാഴ്ചപ്പാടുകളും അത്ഭുതപ്പെടുത്തുന്നതാണ്. അവതരണ രീതികളും ഉപയോഗിക്കുന്ന വാക്കുകളും തികച്ചും വ്യത്യസ്തമാണ്. അന്തിമമായി എല്ലാ നദികളും സാഗരത്തിൽ പല വഴികളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് പോലെ, സാഗരത്തിൽ ലയിക്കുന്നത് പോലെ മഹത്തുക്കളായ 4 രചയിതാക്കളും രാമൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പിയാണ്. പല സന്ദർഭങ്ങളെയും ഈ 4 മഹത്തുക്കൾ എങ്ങനെ കണ്ടു, ചില ഉദാഹരണങ്ങളോടുകൂടെ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമാത്രം. ഒരു കമ്പാരിറ്റീവ് അപ്രിസിയേഷൻ, ഒരു താരതമ്യ ആസ്വാദനം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞ മാതിരി ഇതൊരു ആസ്വാദനമാണ്. പല കാലങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നതാണ്, കേട്ടുവരുന്നതാണ് രാമായണ കഥ. മഹത്തായ എല്ലാ കൃതികൾക്കും പല തലങ്ങൾ ഉണ്ടായിരിക്കും. മഹത്തായ എല്ലാ കൃതികൾക്കും പല തലങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ വായനയിലും പുതിയ പുതിയ അർത്ഥങ്ങൾ നമ്മൾ കണ്ടെത്തും. പ്രാഥമികമായി അതൊരു കഥയായിരിക്കും, മനുഷ്യജീവിതത്തിൻ്റെ കഥ. പിന്നീട് ആ കഥ ചരിത്ര, സാമൂഹ്യ, പരിസ്ഥിതി ബന്ധങ്ങളുമായി മനുഷ്യജീവിതത്തെ കൂട്ടിയിണക്കി മുമ്പോട്ട് വളരും. ആ വളർച്ച പിന്നീട് മനുഷ്യാവസ്ഥയെ പറ്റിയുള്ള പല ചോദ്യങ്ങൾ ഉയർത്തും. ഈ നിരീക്ഷണം എൻ്റേതല്ല. ഈ നിരീക്ഷണം പ്രശസ്ത എഴുത്തുകാരനായ സുനിൽ P. ഇളയിടത്തിൻ്റേതാണ്. ഈ തലങ്ങളുടെ അത്ഭുതകരമായ ആവിഷ്കാരമാണ് വാൽമീകിയുടെ രാമായണം. പല രാമായണങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും അത് പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം വാൽമീകി രാമായണമാണ്.
ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ വിവർത്തനത്തിൻ്റെയും വ്യാഖ്യാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എൻ്റെ ആസ്വാദനം. വേദങ്ങളിലും ഉപനിഷത്തുകളുമായി സന്ദർഭത്തിൻ്റെ അനിവാര്യതയ്ക്കൊത്ത് ഋഷിമാർ പ്രതിപാദിച്ചിട്ടുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വാൽമീകി രാമായണത്തിന് രൂപം നൽകപ്പെട്ടിട്ടുള്ളത്. രാജാവിൻ്റെ ഭരണമല്ല, ധർമ്മത്തിൻ്റെ ഭരണമാണ് വാൽമീകി രാമായണം. ഇതാണ് വാൽമീകി രാമായണത്തിൻ്റെ ഏറ്റവും അടിത്തറയുള്ള വാചകം. രാജാവിൻ്റെ ഭരണമല്ല, ധർമ്മത്തിൻ്റെ ഭരണമാണ് വാൽമീകി രാമായണം. 24,000 ശ്ലോകങ്ങൾ, 500 സർഗങ്ങൾ, 6 കാണ്ഡങ്ങൾ, പിന്നെ ഉത്തരകാണ്ഡം അടങ്ങുന്നതാണ് രാമായണം. ചതുർവിശത് സഹസ്രാണി ശ്ലോകാനുമുക്ത വന്യഷി തഥാ സർഗശതാൻ പഞ്ചഷ്ടകാണ്ഡാനി തഥോത്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത്. അതായത് 24,000 കാണ്ഡങ്ങൾ, 500 സർഗങ്ങൾ, 6 കാണ്ഡങ്ങൾ, പിന്നെ ഉത്തരകാണ്ഡം ചേർന്നാണ് രാമായണം. അതിൻ്റെ ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അയോധ്യ വർണ്ണനയോടെയാണ് വാൽമീകി രാമായണം ആരംഭിക്കുന്നത്. ദുർഗഗംഭീര പരികാം ദുർഗമന്യർ ദുരസഭാം വാചി വാരാണന സമ്പൂർണാം ശോഭിതഷ്ഠൈ കരസ്ഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണത്തിൻ്റെ അയോധ്യ വർണ്ണന ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഒരു രസം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു വർണ്ണന വാൽമീകി രാമായണത്തിലുണ്ട്. എന്നാൽ തുളസി രാമായണത്തിലോ അധ്യാത്മ രാമായണത്തിലോ വലിയ വർണ്ണനകളില്ലാതെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആരംഭിക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഐശ്വര്യവത്തും അപ്രതിഭയുള്ളതും ആയിരുന്നു പ്രശസ്ത ഗാഥാക്കൾ നിറഞ്ഞിരുന്നു. ഉയർന്ന മാളിക ധ്വജങ്ങളും ഉണ്ടായിരുന്നു. 100 ശത്രുഘ്നികൾ ഉണ്ടായിരുന്നു. നർത്തകികളും നാടക സംഘങ്ങളും എവിടെയും കണ്ടിരുന്നു. ആഭരണങ്ങളോട് കൂടിയ ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നു. നഗരത്തിന് ചുറ്റും വലിയ മതിൽക്കെട്ടുണ്ടായിരുന്നു. വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. കുതിര, ആന, ഒട്ടകം, കഴുത മുതലായവ സമൃദ്ധമായി കാണപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാൽമീകി രാമായണം അയോധ്യയെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത്. കൂടാതെ നഗരത്തിൽ അഗ്നിഹോത്രികളും ഗുണവാന്മാരും വേദങ്ങളുടെയും 6 വേദാംഗങ്ങളുടെയും കരകണ്ടവരും വാരിക്കോരി കൊടുത്തുകൊണ്ട് ത്യാഗമനുഷ്ഠിക്കുന്നവരും സത്യരഥന്മാരും മഹർഷി തുല്യരായ ബ്രാഹ്മണ ശ്രേഷ്ഠരും ഋഷിമാരും നിരവധി ഉണ്ടായിരുന്നു. എല്ലാവരും വൃത്തിയുള്ളവരും മലിനഭക്ഷണം കഴിക്കാത്തവരും ദാനം ചെയ്യുന്നവരും ആർത്തിയില്ലാത്തവരും ആഭരണങ്ങൾ അണിഞ്ഞവരും ആയിരുന്നു. ചുരുക്കത്തിൽ എല്ലാം നിറഞ്ഞ ഒരു നഗരം. ഇനി നമ്മൾ തുളസി രാമായണത്തിലേക്ക് വരുവാണെങ്കിൽ, തുളസി രാമായണം അയോധ്യ വർണ്ണന കാര്യമായിട്ട് അതില്ല. അതിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സരയൂ വർണ്ണനയോ ഇല്ല, അയോധ്യ വർണ്ണനയില്ല, സരയൂ നദി വർണ്ണനയോ ഇല്ല. രഘുവംശത്തെയും ദശരഥൻ ഭരിക്കുന്ന അയോധ്യയെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും ജ്ഞാനത്തെയും സ്വഭാവ മഹിമകളെയും പറഞ്ഞുകൊണ്ടാണ് തുളസി രാമായണം ആരംഭിക്കുന്നത്. ഹിന്ദി മാഷ് മജീദ് ഇവിടെ ഉണ്ട്, എനിക്കറിയാം. മാഷെ, രാഷ്ട്രഭാഷ പാസ്സായ ധൈര്യത്തിൽ ഹിന്ദി പദ്യം അതേമാതിരി ചൊല്ലുകയാണ്. തെറ്റുണ്ടെങ്കിൽ മാഷ് ക്ഷമിക്കണം. അവധ് പുരി രതുകുൻ മണി രാവു വേദ് ബദിത തോകി ദശരഥ് നടാവു. ഈ 2 വരിയാണ് തുളസി രാമായണത്തിൽ തുടക്കത്തിൽ പറയുന്നത്. അധ്യാത്മ രാമായണത്തിലും എങ്ങനെയാണ്? ദശരഥ വർണ്ണന, അദ്ദേഹം ദശരഥനെ പറ്റി വർണ്ണിക്കുന്നു. ഗുണവാനും ധർമാത്മാവും വീരനും സത്യവാനും കരുണാരത്നാകരനുമായ അയോധ്യ ഭരിക്കുന്ന ദശരഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുളസി രാമായണം ആരംഭിക്കുന്നത്. എന്നാൽ കമ്പരാമായണത്തിലോ
കമ്പരാമായണ വർണ്ണനകളുടെ ഒരു പ്രപഞ്ചമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാലെ നൃത്തത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സാധനമായിട്ടാണ് രാജാജി കമ്പരാമായണത്തെ പറ്റി പറഞ്ഞത്. അദ്ദേഹം കമ്പരാമായണത്തിൽ ബാലകാന്ഡം ആരംഭിക്കുന്നത് സരയൂ നദിയുടെ വർണ്ണനയോട് കൂടിയാണ്. ഒരു നാടിൻ്റെ വളർച്ചയുടെയും അഭിവൃദ്ധിക്കും വേണ്ടത് ജലസമൃദ്ധിയാണെന്ന് കവി കമ്പരാമായണത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു. കൊടിച്ചിയരി മുത്തമുണ്ണങ്ക കുങ്കുമ കോട്ടമേലം നടുക്കു ചാന്ത സിന്ദൂരത്തോട് നരകനാഗം കടികയിനാൽ വേങ്കേ കോങ്ക പുലർച്ചിലെ കണ്ടിലേ വണ്ണൈ അടുക്കലിനെ എടുത്തിടുന്തേൻ അരികിലോടിനാറ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് സരയൂ നദിയുടെ വർണ്ണനയോട് കൂടിയാണ് കമ്പരാമായണം ആരംഭിക്കുന്നത്. ഈ സരയൂ നദിയിലെ വെള്ളം എങ്ങനെയായിരിക്കും? കുറിഞ്ചി ദേശത്തെ സ്ത്രീകൾ നല്ലപോലെ ഇടിച്ച് വാസനപ്പൊടിയും കുങ്കുമപ്പൂവും കോഷ്ടം എന്ന വാസന സാധനവും ഏലക്കയും ശരീരത്തെ തണുപ്പിക്കുന്ന ചന്ദനവും വെച്ചിപ്പൂവും നരന്തം എന്ന മണക്കുന്ന പുല്ലും കൈപ്പൂവും കൊന്നപ്പൂവും രാവിലെ വിടരുന്ന വേങ്കപ്പൂവും പച്ചിലകളിലും കണ്ടിൽ വെണ്ണ എന്ന് വിളിക്കുന്ന മലമുകളിലെ കാടുകളിൽ നിന്നുള്ള തേനും ചേർന്നാൽ എങ്ങനെയിരിക്കുമോ അതുമാതിരിയാണ് സരയൂ നദിയിലെ വെള്ളം എന്നാണ് കമ്പർ പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനത്തെ നദിയുടെ തീരത്തുള്ള അയോധ്യയെപ്പറ്റി കമ്പറിൻ്റെ വർണ്ണന ഇതാണ്. അവിടുത്തെ ചോലകളെല്ലാം തന്നെ നൃത്തത്തിനുള്ള വേദികളാണ്. നർത്തകികളെപ്പോലെ മയിലുകൾ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നു. താമരത്തണ്ടുകൾ പോലുള്ള യുവതികൾ പൂക്കളെ ചെരാതുകൾ പോലെ കയ്യിലേന്തിക്കൊണ്ട് നിൽക്കുന്നു. മദ്ദളങ്ങൾ പോലെ മേഘങ്ങൾ ശബ്ദിക്കുന്നു. നദിയിലെ വെള്ളത്തിൻ്റെ ചലനങ്ങൾ തിരകളെ ഓർമ്മിപ്പിക്കുന്നു. വണ്ടുകളുടെ മൂളൽ മധുരിക്കുന്ന വീണാനാഥം പോലെ അന്തരീക്ഷത്തിൽ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ആമ്പൽ പൂക്കൾ നോക്കി രസിച്ചു കൊണ്ടുമിരിക്കുന്നു. ഈ വർണ്ണനയാണ് കമ്പരാമായണത്തിൻ്റെ തുടക്കം. ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് കമ്പാരിഷന് ഉപയോഗിക്കുന്നത്. പുത്രസൗഭാഗ്യത്തിന് അശ്വമേധം നടത്താൻ തീരുമാനിക്കുന്ന ദശരഥൻ്റെ വാക്കുകളിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. യജ്ഞദീക്ഷ വരിക്കാൻ പത്നിമാരോട് ദശരഥൻ പറയുമ്പോൾ പത്നിമാരുടെ മുഖപത്മങ്ങൾ ഹിമകാലം കഴിയുമ്പോൾ താമരപ്പൂക്കൾ എന്ന പോലെ വിടർന്നു ശോഭിച്ചു എന്നാണ് വാൽമീകി പറയുന്നത്. മുഖപത്മേന ശോഭന്തേ പദ്മാനിവ ഹിമത്യായേ എന്നാണ് വാൽമീകിയുടെ വർണ്ണന. തുളസി രാമായണത്തിലും അങ്ങനെ തന്നെയാണ് ആരംഭിക്കുന്നത്. പക്ഷേ യജ്ഞം കഴിഞ്ഞുള്ള നിവേദ്യം പത്നിമാർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു അത്? ഈ 4 രാമായണങ്ങളും വ്യത്യസ്ത വിധത്തിലാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ സത്യമായിട്ടും ഈ കാലത്ത് പോലും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സദ്യകൾ കൊടുക്കുന്നു, പലരെയും വിളിച്ച് വലിയ സദ്യകളൊക്കെ നടത്തുന്നു. ഈ സദ്യകൾ എങ്ങനെ നടത്തണം? അത് നടത്തുമ്പോൾ സദ്യ നടത്തുന്ന ആളുടെ മാനസിക അവസ്ഥ എന്തായിരിക്കണം എന്ന് ദശരഥൻ പറയുന്നുണ്ട്. സത്യമായിട്ടും നമ്മൾ ചിലപ്പോൾ ആർഭാടത്തിനോ നാലാളെ കാണിക്കാനോ വേണ്ടിയിട്ടൊക്കെയാണ് സദ്യ നടത്തുക. പക്ഷേ അങ്ങനെയല്ല ഒരു സദ്യ നടത്തേണ്ടതെന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. യജ്ഞവേളയിൽ അന്നദാനം ചെയ്യുന്നത് വിധിയാവണ്ണം ആയിരിക്കണമെന്നും ലാഘവ ബുദ്ധിയോടെ ആവരുതെന്നും എല്ലാ വർണ്ണങ്ങളിൽ ഉൾപ്പെട്ടവരെയും സൽക്കരിക്കണമെന്നും അവഗണനയോടെ ആവരുതെന്നും ദശരഥൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് മഹത്തായ ഒരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്ന് ഉയർന്നു വരുന്ന ദിവ്യാഭരണങ്ങൾ അണിഞ്ഞവനും അഗ്നി പോലെ ജ്വലിക്കുന്നവനും
നൽകിയ പായസം നിവേദ്യം ദശരഥൻ പത്നിമാർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ 4 രാമായണങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. പകുതി കൗസല്യയ്ക്ക്, പകുതിയുടെ പകുതി സുമിത്രയ്ക്കും, ബാക്കി കൈകേയിക്കും, പിന്നീടുണ്ടായ ബാക്കി ഭാഗം ദശരഥൻ തന്നെയാണ് സുമിത്രയ്ക്ക് കൊടുക്കുന്നത്. ഇത് വാൽമീകി രാമായണത്തിലുള്ളതാണ്. ദശരഥൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നത് ഭാര്യമാർ അവരുടെ പങ്കു കൊടുത്തു എന്നാണ്. പക്ഷെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് പകുതി കൗസല്യയ്ക്ക്, പകുതിയുടെ പകുതി സുമിത്രയ്ക്കും, ബാക്കി കൈകേയിക്കും, പിന്നീടുണ്ടായ ബാക്കി ഭാഗം ദശരഥൻ തന്നെയാണ് സുമിത്രയ്ക്ക് കൊടുക്കുന്നത്. എന്നാണ് വാൽമീകി രാമായണം പറയുന്നത്. ഇനി തുളസി രാമായണത്തിലേക്ക് വന്നാലോ? യജ്ഞം കഴിഞ്ഞുള്ള നിവേദ്യം പങ്കിട്ട ശേഷം കൗസല്യയുടെയും കൈകേയിയുടെയും സമ്മതത്തോടെ ദശരഥൻ തന്നെയാണ് ബാക്കി വന്ന് സുമിത്രയ്ക്ക് കൊടുക്കുന്നത്. സമ്മതത്തോടെ എന്നുള്ള വാക്ക് വാൽമീകി രാമായണത്തിലില്ല. തുളസി രാമായണത്തിൽ ഇവർ രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണ് ദശരഥൻ ബാക്കി വന്ന ഭാഗം സുമിത്രയ്ക്ക് കൊടുക്കുന്നത്. നീ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമത്തിൽ വരുമ്പോൾ അത് കുറേ കൂടി ആത്മീയ തലത്തിലേക്ക് കയറുന്നുണ്ട്. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കൈകേയിയും. അടുത്ത വരിയാണ് ഈ പ്രധാനം. മന്നവൻ അത് കണ്ടു സന്തോഷം പൂണ്ടാൻ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഈ 3 കൊടുത്തതാണ്. പക്ഷെ കൊടുത്ത വിധവും അപ്പോഴുള്ള മാനസിക അവസ്ഥയുമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ വരികയാണെങ്കിൽ വിശ്വാമിത്രനെ രാമലക്ഷ്മണന്മാർ എങ്ങനെയാണ് അനുഗമിക്കുന്നത്? ഇവിടെ ഒരു പ്രധാന നമ്മൾ എപ്പോഴും നമ്മളെല്ലാം വായിച്ച് ശീലിച്ചിരിക്കുന്നത് ഒരുപാട് ദുഃഖത്തോടെയാണ് ദശരഥൻ കുട്ടികളെ അയക്കുന്നത് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്രനെ രാമലക്ഷ്മണന്മാർ അയക്കുന്നത് ദുഃഖത്തോടെ അല്ല ദശരഥൻ പുത്രന്മാരെ അയക്കുന്നത്. ദുഃഖത്തോടെ അല്ല ദശരഥൻ പുത്രന്മാരെ അയക്കുന്നത്. രാമൻ്റെ ഗമനത്തെ ബുദ്ധിപൂർവം സമ്മതിച്ചു. രാമൻ്റെ ഗമനത്തെ ബുദ്ധിപൂർവം ദശരഥൻ സമ്മതിച്ചു എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഇതിന് ഒരു കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത്, വിശ്വാമിത്രൻ ദശരഥനോട് സ്വകാര്യമായി പറയുന്നുണ്ട്, അത് തുളസി രാമായണത്തിലുണ്ട്, പേടിക്കണ്ട, ഇത് ജനിച്ചിരിക്കുന്നത് രാമനല്ല മഹാവിഷ്ണുവാണ്. സീത അവിടെ കാത്തിരിക്കുന്നുണ്ട് ജനകൻ്റെ അടുത്ത്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അയക്കൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ഉടനെയാണ് ബുദ്ധിപൂർവം അയച്ചു എന്ന ഒരു വാക്ക് അവിടെ വാൽമീകി ഉപയോഗിക്കുന്നത്. അധ്യാത്മരാമായണത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാമൻ ആരാണെന്ന് ദശരഥനോട് വിശ്വാമിത്രൻ പറയുന്നത്. വിശ്വാമിത്രൻ രാമൻ ആരാണെന്ന് ദശരഥനോട് പറയുന്നു. സീത മിഥിലയിൽ ഉണ്ടെന്നും അതിന് ശേഷമാണ് മക്കളെ വിശ്വാമിത്രനോടൊപ്പം ദശരഥൻ അയക്കുന്നതെന്നാണ് എഴുത്തച്ഛൻ നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ അഹല്യാമോക്ഷത്തിലേക്ക് വരാം. അഹല്യാമോക്ഷം വല്ലാതെ പല വ്യാഖ്യാനങ്ങൾക്കും വിധേയമാവുന്നുണ്ട് ഈ 4 എഴുത്തുകാർക്കിടയിലും. ഇതിനിടയിൽ കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഗംഗാവർണ്ണനയുണ്ട്. നമ്മളൊക്കെ സാധാരണ വെങ്കടേശ സുപ്രഭാതം കേട്ടിട്ടുണ്ട്. കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദ്ധൂലാ കർത്തവ്യം ദൈവമാനിഹം എന്ന വാക്ക്. ഈ 4 വരി ആരുടേതാണ്? ഈ 4 വരി രചിച്ചതാരാണ്? ആരാണ് ഈ 4 വരി ആദ്യം പറയുന്നത്? ഈ 4 വരി പറയുന്നത് വിശ്വാമിത്രനാണ്.
പിന്നീടുള്ള വരികൾ രചിച്ചത് 15-ാം നൂറ്റാണ്ടിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ രചിച്ചത് പ്രതിവാദി ഭയങ്കരം അണ്ണാചാര്യാർ എന്ന വൈഷ്ണവാചാര്യരാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ രചിച്ചത് അത് 15-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ കൃത്യമായിട്ടും ഇത്രയും കാലം ഞാനും ധരിച്ചിരുന്നത് ഇതൊരു കവി രചിച്ച ആയിരിക്കും എന്നാണ്. പക്ഷെ വാൽമീകി രാമായണം വായിച്ചപ്പോഴാണ് വിശ്വാമിത്രനാണ് ലക്ഷ്മണനെയും രാമനെയും ഉണർത്തുമ്പോൾ ഈ വാചകം പറയുന്നത്. കൗസല്യ സുപ്രചാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരസാർദ്ധൂല കർത്തവ്യം വൈമാനികം എന്ന് പറയുന്നത് വിശ്വാമിത്രനാണ്. ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രതിവാദി ഭയങ്കരം അണ്ണാചാര്യർ 15-ാം നൂറ്റാണ്ടിൽ രചിച്ചത്. ഇതിനിടയിൽ ഈ വാൽമീകി രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് വർണ്ണനകളാണ്. എന്തൊരു ഭംഗിയുള്ള വാക്കുകളാണ് കാടിനെ പറ്റി പറയുമ്പോഴും നദികളെപ്പറ്റി പറയുമ്പോഴും പൂക്കളെ പറ്റി പറയുമ്പോഴും വൃക്ഷങ്ങളെ പറ്റി പറയുമ്പോഴും ഈ ആചാര്യന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് ഇത്രയും വാക്കുകൾ ഇവർക്ക് കിട്ടിയത്? ലീലാവതി ടീച്ചറെ പരിഭാഷയുണ്ടല്ലോ, വായിക്കേണ്ട പുസ്തകമാണ്. എന്തു മനോഹരമായിട്ടാണ് ടീച്ചർ അതിൻ്റെ സംസ്കൃതത്തിൻ്റെ 20,000-ഓളം ശ്ലോകങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ചെയ്തിരിക്കുന്നത്. ഇത് ഗംഗാവർണ്ണന എങ്ങനെയാണ്? ചിലയിടത്ത് അതിവേഗത്തിൽ വളഞ്ഞും പുളഞ്ഞും ചിലയിടത്ത് നെടുനീളയുമായിരുന്നു ഒഴുക്ക്. ചിലയിടത്ത് കീഴ്പോട്ട് ചാടുന്നു, ചിലയിടത്ത് മന്ദമന്ദം നീങ്ങുന്നു, ചിലയിടത്ത് ഒഴുക്കുകൾ കൂട്ടിമുട്ടി വെള്ളം മുകളിലേക്ക് പൊങ്ങുന്നു, വീണ്ടും കീഴ്പോട്ട് പതിക്കുന്നു. ശങ്കരശരസിൽ നിന്ന് ഭൂമിയിലേക്ക് നിപതിച്ച ആ ഗംഗാജലം നിർമ്മലമായി തെല്ലും കാലുഷ്യമില്ലാതെ പാപം പോക്കിക്കൊണ്ട് ശോഭിച്ചു എന്നാണ് വാൽമീകി പറയുന്നത്. ഇതുമാതിരി തന്നെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. കാടിനെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണ്. ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, മിക്കവാറും എല്ലാ വൃക്ഷങ്ങളുടെ വർണ്ണനയിലും കൊന്നപ്പൂവുണ്ട്. കൊന്നമരവും കൊന്നപ്പൂവും മിക്കവാറും എല്ലാ വൃക്ഷങ്ങളുടെ എല്ലാ കാടുകളുടെ വർണ്ണനയിലും ഉണ്ട്. ഇനി അല്പം വേണമെങ്കിൽ ഒരു കോൺട്രവേഴ്സി എന്ന നിലയ്ക്ക് പറയാവുന്നതാണ് അഹല്യാമോക്ഷം. അഹല്യാമോക്ഷം വാൽമീകി രാമായണത്തിൽ ഗൗതമമുനിയുടെ ശാപം എന്തായിരുന്നു? നമ്മൾ കേട്ടിരിക്കുന്നത് പാറയായിട്ട് തീരട്ടെ എന്നാണ്. വാൽമീകി രാമായണത്തിൽ പറയുന്നത് ശപിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടെ അനേക സഹസ്ര വർഷങ്ങൾ വായുവില്ലാതെ ആഹാരമില്ലാത്തവളായി തപസ് ചെയ്യുന്നവളായി വെണ്ണീറിൽ കിടക്കുന്നവളായി മറ്റാർക്കും കാണാൻ കഴിയാത്തവളായി ഈ ഘോരവനത്തിൽ ഏകാകിനിയായി ആശ്രമ ജോലികൾ ചെയ്തുകൊണ്ട് കഴിയുക. രാമൻ്റെ പാദം പിന്നീട് വരും, അത് കാണുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. ഇതാണ് ഗൗതമമുനിയുടെ ശാപമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അധ്യാത്മരാമായണത്തിൽ ശിലാരൂപമായി തന്നെ തപസ്സിരിക്കുന്ന ആയിട്ടാണ് പറയുന്നത്. ഗൗതമൻ ശപിക്കുന്നതും ഈ ശിലയായിട്ട് പാറയായിട്ടിരിക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ രസം എന്താ വെച്ചാൽ വിശ്വാമിത്രനാണ് രാമന് കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം, അതും കഴിഞ്ഞ ശേഷം മാത്രമാണ് പറയുന്നത്. ഈ തുളസി രാമായണത്തിൽ അഹല്യൻ്റെ ശാപത്തെ പറ്റി പറയുന്നത് അഹല്യ പാറയായിട്ട് തന്നെയാണ് തുളസി രാമായണത്തിലും പറയുന്നത്. രാമപാദം ഏൽക്കുമ്പോൾ മോക്ഷം ലഭിക്കുന്നു എന്ന് തുളസീദാസൻ പറയുന്നു. ശാപമോക്ഷം എങ്ങനെയാണ്? ഈ ശാപമോക്ഷം നാല് വിധത്തിലാണ് ഇവിടെ കാണുന്നത്.
അഹല്യാമോക്ഷം. വിശ്വാമിത്രനെ അനുഗമിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാർ ഗൗതമൻ്റെ ആശ്രമത്തിൽ പ്രവേശിക്കുന്നു. വാൽമീകി രാമായണത്തിൽ തപസ്സുകൊണ്ട് കാന്തി ചിന്തുന്നവളും സുരാസുരന്മാർക്കും ലോകർക്കും അടുത്ത് ചെന്നാൽ പോലും കാണാൻ കഴിയാത്തവളും ധാതാവ് ക്ലേശിച്ച് നിർമ്മിച്ച ദിവ്യമായ മായാവിയെപ്പോലുള്ളവളും പുകയാൽ മൂടപ്പെട്ടവളും അഗ്നിശിവയെപ്പോലെ ദീപ്തിയാർന്നവളും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട മേഘാകിരണ പൂർണ്ണചന്ദ്രൻ്റെ പ്രഭയോട് കൂടിയവളും വെള്ളത്തിൽ പ്രതിഫലിച്ച പ്രഭാമണ്ഡല സഹിതനായ സൂര്യനെപ്പോലെ കണ്ണഞ്ചന്തിക്കുളുമായ മഹാഭാഗ്യായ അഹല്യയെ രാമൻ കണ്ടു. ഇതാണ് കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അതായത് വന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാമിത്രൻ പറയുന്നു, രാമ, നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, ഒരു ആശ്രമത്തിലേക്ക് പോകണം. ഒന്നും പറയുന്നില്ല. അവിടെ പോയാൽ നിനക്കറിയാം എന്താണ് ചെയ്യുന്നത്. അപ്പം രാമൻ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതും അഹല്യ പൂർവ്വരൂപം പ്രാപിക്കുകയാണ്. അതാണ് ശാപം. രാമൻ്റെ കാലം എപ്പോൾ ഈ ആശ്രമത്തിൽ പതിക്കുന്നുവോ അപ്പം നിനക്ക് മോക്ഷം കിട്ടും. അഹല്യ അപ്പം തന്നെ അവിടെ നിന്ന് അവളുടേതായ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. സതുഷാരവൃതാം സാമ്പ്രാം പൂർണ്ണചന്ദ്ര പ്രഭാമിവ മാധ്യേം ഭാസോ ദുരാദർശാം ദീപ്തം സൂര്യപ്രഭാമിവ എന്നതാണ് ആ ശ്ലോകം പറയുന്നത്. അതേ സമയത്ത് തന്നെ അധ്യാത്മരാമായണത്തിൽ അഹല്യാമോക്ഷം എങ്ങനെയാണ്? ശ്രീരാമൻ്റെ പാദം മെല്ലെ കാല് ശ്രീരാമൻ്റെ പാദം പതുക്കെ പാറയിൽ വയ്ക്കുമ്പോൾ അഹല്യയ്ക്ക് മോക്ഷം കിട്ടുന്നു എന്നാണ് എഴുത്തച്ഛൻ്റെ വ്യാഖ്യാനം. അതേ വ്യാഖ്യാനം തുളസി രാമായണത്തിലെത്തുമ്പോഴോ രാമപാദം അറിയാതെ തട്ടാണ് പാറയിൽ, അറിയാതെ തട്ടാണ് പാതയിൽ. അങ്ങനെയാണ് അഹല്യാമോക്ഷം. ഉടനെ അഹല്യ പറയുന്നത് എന്താണ്? താങ്കളുടെ പാദധൂളികളെ സ്നേഹിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും കഴിയണം. വണ്ട് താമരയിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ എനിക്ക് ഇനിയുള്ള ജീവിതം കഴിയണമെന്നാണ് പറയുന്നത്. അഹല്യാമോക്ഷം കമ്പരാമായണത്തിലും അത് തീർത്തും വ്യത്യസ്തമായിട്ടാണ്. മിഥിലയിലേക്കുള്ള യാത്രക്കിടയിൽ രാമൻ്റെ പാദധൂളികൾ ഒരു കറുത്ത പാറയിൽ പതിക്കുന്നു. പാറ സ്ത്രീയാവുന്നു. വിശ്വാമിത്രനാണ് പിന്നീട് വിശദീകരിക്കുന്നത്. കമ്പർ പറയുന്നത് ലക്ഷ്മണനും രാമനും കുട്ടികളാണല്ലോ, അവരിങ്ങനെ മണ്ണിങ്ങനെ പറത്തി ചാടി ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ രാമൻ്റെ പാദധൂളികൾ തെറിച്ച് ഒരു പാറയിൽ വീഴുകയും ആ സ്ത്രീ മോക്ഷം ലഭിക്കുകയും എന്നാണ് പറയുന്നത്. അപ്പോൾ രാമൻ അത്ഭുതപ്പെടുന്നു. അപ്പോൾ വിശ്വാമിത്രനാണ് പറഞ്ഞു കൊടുക്കുന്നത്, രാമ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് കഥ എന്നാണ് നമുക്ക് കമ്പരാമായണത്തിൽ പറയുന്നത്. സീതാസ്വയംവരം. സീതാസ്വയംവരവും ഈ 4 മഹത്തായ എഴുത്തുകാരും 4 വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സത്യമായിട്ടും ഇന്നത്തെ ഈ പ്രസംഗത്തിന് വേണ്ടിയിട്ടാണ് വാൽമീകി രാമായണം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. ലീലാവതി ടീച്ചറുടെ ഏകദേശം 3151 പേജുള്ള വ്യാഖ്യാനമാണ്. വാൽമീകിയുടെ 20,000-ഓളം വരുന്ന ശ്ലോകങ്ങളുടെ ആദ്യം ശ്ലോകം, അതിൻ്റെ താഴെ അതിൻ്റെ കൃത്യമായുള്ള അർത്ഥം, പിന്നെ ടീച്ചറുടെ വ്യാഖ്യാനം, പിന്നെ ബ്രാക്കറ്റിൽ പൊതുവേ ഇതെങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ള എനിക്ക് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, പറ്റുമെങ്കിൽ വാൽമീകി രാമായണം ടീച്ചറുടെ വായിക്കണം. അത്രയ്ക്കും നല്ലൊരു വ്യാഖ്യാനമാണ് അത് ചെയ്തിരിക്കുന്നത്. സീതാസ്വയംവരം. കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും മിഥിലയിൽ എത്തുന്നു. ജനക മഹാരാജാവ് അവരെ സ്വീകരിച്ച ശേഷം പറയുന്നു, മകൾ സീതയെ ദൈവധനുസ്സ് എടുത്ത് കുലയ്ക്കുന്നവന് കൊടുക്കാനാണ് തീരുമാനം. നമ്മൾ പൊതുവേ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ സ്വയംവരം നടക്കുമ്പോൾ
വിശ്വാമിത്രൻ ഇവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നത്, കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും മിഥിലയിലെത്തുന്നു. ജനക മഹാരാജാവ് അവരെ സ്വീകരിച്ച ശേഷം പറയുന്നു, മകൾ സീതയെ ശൈവധനുസ് എടുത്ത് കുലയ്ക്കുന്നവന് കൊടുക്കാനാണ് തീരുമാനം. പല രാജാക്കന്മാരും വന്നു. വീര്യശുൽക്കയാണ് സീതയെ കൽപ്പിച്ചിരിക്കുന്നത്. വീര്യശുൽക്കയായിട്ടാണ് സീതയെ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വിലപ്പെട്ട ഒരു പണയം, വീര്യശുൽക്ക എന്നുള്ളത് ഞാൻ അർത്ഥം മനസ്സിലാവാണ്ട് ഞാൻ രാധാകൃഷ്ണൻ സാറോട് ചോദിച്ചു, സാർ വീര്യശുൽക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം അറിഞ്ഞൂടാ. അപ്പോൾ പറഞ്ഞു, വളരെ വില കൂടിയ ഒരു പണയപ്പണ്ടം, വീരന്മാർക്ക് മാത്രം കൊടുക്കുന്ന വില കൂടിയ വീര്യമുള്ള ഒരു പണയപ്പണ്ടം, അതിനാണ് വീര്യശുൽക്ക എന്ന് പറയാം. വീര്യശുൽക്കയാണ് സീതയെ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും കൊടുത്തില്ല. രാജാക്കന്മാർ വിവാഹം ചെയ്യാൻ വന്നു. എന്താണ് വീര്യം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ധനുസ് കാണിച്ചു കൊടുത്തു. ഒരാൾക്ക് പോലും പൊന്തിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ജനക മഹാരാജാവ് വിശ്വാമിത്രൻ നഗരത്തിലേക്ക് പ്രവേശിച്ച് ഒരു കുടിൽ വന്ന് വിശ്രമിക്കുമ്പോൾ ജനകരാജാവ് വന്ന് വിശ്വാമിത്രനെ കണ്ടു പറയുന്നതാണ്. ഈ കൊട്ടാരത്തിലേക്കുള്ള അതല്ല ഇതിൽ പറയുന്നത്. അവിടെ പോയിട്ടൊരു എല്ലാ രാജാക്കന്മാരും ഇരിക്കുമ്പോൾ രാമൻ പോയി വില്ലൊടിച്ചു എന്നൊക്കെയാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയുന്നത്, ജനക മഹാരാജാവ് തന്നെ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അത് വിശ്വാമിത്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹാരാജാവ്, ഇത്രയും നല്ലൊരു ഭരണകർത്താവാണ് താങ്കൾ, എത്രയോ സൗഭാഗ്യമുള്ള ഒരു നാടാണിത്, താങ്കളുടെ മുഖത്തെന്താ ഒരു വിഷമം? അപ്പോഴാണ് ജനക മഹാരാജാവ് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി, ഇവിടെ രാജാക്കന്മാർ എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ അവറ്റൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ജനക മഹാരാജാവ് ദയനീയമായിട്ട് വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ ഒരു ചെറിയ ചിരിച്ച്, ഇതൊക്കെ എന്ത് രസമുള്ള വർണ്ണനയെ അറിയോ വാൽമീകി രാമായണത്തിൽ. വിശ്വാമിത്രൻ ചെറിയൊരു ചെറുതായി ചിരിക്കും. ധനുസ് രാമനെ കാണിച്ചു കൊടുക്കാൻ പറയുന്നു. 5000 പേർ വില്ല് പൊക്കിക്കൊണ്ട് വരുന്നു. നഗരമധ്യത്തിലാട്ടോ 5000 പേർ വില്ല് പൊക്കിക്കൊണ്ട് വരുന്നു. രാമൻ ഇത് കാണുമ്പോൾ രാമൻ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഇതം ധനുർവരം ദിവ്യം സംസാപ്യ ശാമീഹാപാണീന യത് നവാശ്ച ഭവിഷ്യാമി താലേന പൂരണേ പിവ എന്നാണ് രാമൻ ചോദിക്കുന്നത്. വിശ്വാമിത്രൻ്റെ സമ്മതത്തോടെ രാമൻ വില്ലെടുത്ത് കുലച്ച് ഞാണേറ്റ് വില്ലിൻ്റെ നടു ഒളിച്ചു കളയുന്നു. ഇത് വിശ്വാമിത്രൻ താമസിച്ച നഗരമധ്യത്തിലുള്ള ഒരു സ്ഥലത്തിൽ വെച്ച് നടക്കുന്നതായിട്ടാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. ഈ വില്ലൊടിച്ച ശബ്ദം നമ്മൾ പല വ്യാഖ്യാനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. അതിൽ വാൽമീകി രാമായണത്തിൽ പറയുന്നത്, വില്ലൊടിയുന്ന ശബ്ദം ഇടിവെട്ട് പോലെ മുഴങ്ങി, ഒരു വൻ മല പൊട്ടിത്തെറിക്കും വണ്ണം ഭൂകമ്പം ഉണ്ടായി. ഇത്രയാണ് വാൽമീകി പറയുന്നത്. ഇതേ കാര്യം നമ്മൾ വേറൊന്നും പറയുന്നില്ല, ഇത്രേ പറയുന്നുള്ളൂ. ഇതിന് മുമ്പ് രാമൻ സീതയെ കണ്ടെന്നോ അവർ തമ്മിൽ കണ്ടെന്നോ ഒന്നും വാൽമീകി പറയുന്നില്ല. എന്നാൽ നമ്മൾ തുളസി രാമായണത്തിലെത്തുമ്പോൾ എങ്ങനെയാണ്, മിഥിലയിലെ ഇവർ വിശ്വാമിത്രനോട് വന്ന ശേഷം രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോട് ചോദിച്ചു, ഞങ്ങളൊന്ന് നഗരം കണ്ടു വന്നോട്ടെ, കുട്ടികളല്ലേ ഞങ്ങൾ, അപ്പോൾ വിശ്രാമം പറഞ്ഞാൽ ശരി, നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടുവാ എന്ന് പറയുന്നു. മിഥിലയിലെ രാജതോട്ടത്തിൽ വെച്ച് രാമൻ കാണുന്നു സീതയെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് രാമൻ സീതയെ കാണുന്നു എന്നാണ്, തമ്മിലല്ല കണ്ടിരിക്കുന്നത്. സീത മട്ടുപ്പാവിൽ ഇങ്ങനെ മറഞ്ഞു നിന്ന് ഓരോരുത്തരും ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക, തോടികളോടൊപ്പം ഇങ്ങനെ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഒരു നോട്ടത്തെ സീത ഇങ്ങനെ നീണ്ട സമയത്ത് ആ ഒരു ഗ്ലാൻസ് രാമൻ കാണുകയാണ്. മിഥിലയിലെ രാജതോട്ടത്തിൽ വെച്ച് രാമൻ സീതയെ കാണുന്നു. സഖിമാരിൽ നിന്ന് രാമൻ്റെ ഗാംഭീര്യം സീത അറിയുന്നുണ്ട്. നേരിൽ കാണുന്നില്ല, എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുമുണ്ട്. തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ തമ്മിൽ കാണുന്നുമുണ്ട്. ഇവിടെ അതിമനോഹരമായ ഒരു വാചകം തുളസി ദാസ് പറയുന്നുണ്ട്. സൗന്ദര്യത്തിന് സൗന്ദര്യം പകരുന്നവൾ എന്നാണ് രാമൻ സീതയെ വർണ്ണിക്കുന്നത്. പുഞ്ചിരിക്ക് കവികൾ കൊടുത്ത വർണ്ണന പഴയതായി കഴിഞ്ഞെന്നും പറയുന്നു. രാമൻ പറയാ ലക്ഷ്മണനോട്, ലക്ഷ്മണ, ഈ കവികൾക്കൊക്കെ ഇനി വാക്കുകൾ പുതുത് കണ്ടുപിടിക്കണം. പുഞ്ചിരി എത്ര മനോഹരമാണെന്ന് സീതയുടെ പുഞ്ചിരി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കവികൾക്ക് കുറേ ഉപമകൾ ഉണ്ടാവും, ഇനി കവികൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. അത്രയ്ക്ക് മനോഹരമായ പുഞ്ചിരിയാണ്. സൗന്ദര്യത്തിന് സൗന്ദര്യം പകരുന്നവൾ. അതിൻ്റെ ഹിന്ദി പക്ഷേ മഞ്ജു മാഷ് ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. സുന്ദർദാ കഹും സുന്ദർ കരയി, സുന്ദർദാ കഹും സുന്ദർ കരയി. അതിമനോഹരമായൊരു വാചകം തുളസി രാമായണത്തിൽ പറയുന്നുണ്ട്. അധ്യാത്മരാമായണത്തിൽ വരുമ്പോഴോ വിശ്വാമിത്രൻ വില്ല് കാണാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇത് ഡിഫറൻസ്. വിശ്വാമിത്രൻ വില്ല് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ രാമൻ ചോദിക്കുകയാണ്, വില്ലെടുക്കാമോ, കുലച്ചിടാമോ, വലിക്കാമോ, ചൊല്ലുക എന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഇതേ കാര്യം നമ്മൾ കമ്പരാമായണത്തിലേക്ക് വരുമ്പോൾ വീതിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഊഹിക്കാൻ പോലും കഴിയാത്ത സുന്ദരിയായ സീതയുടെ കണ്ണുകളും മാടത്തിലേക്ക് ഉയർത്തിയ ശ്രീരാമൻ്റെ കണ്ണുകളും ഇളഞ്ഞു. കമ്പരാമായണത്തിൽ മാത്രമാണ് വിവാഹത്തിന് മുമ്പ് സീതയും രാമനും തമ്മിൽ കണ്ടതെന്ന് പറയുന്നു. അപ്പോൾ വീതിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഊഹിക്കാൻ പോലും കഴിയാത്ത സുന്ദരിയായ സീതയുടെ കണ്ണുകളും മാടത്തിലേക്ക് ഉയർത്തിയ ശ്രീരാമൻ്റെ കണ്ണുകളും ഇടഞ്ഞു. കണ്ണിമയ്ക്കാതെ അവനും നോക്കി അവളും നോക്കി, ആകൃഷ്ടരായ മനസ്സുകളൊന്നായി എന്നാണ് കമ്പൻ്റെ വരികൾ. ഇനി ഞാൻ ചെല്ലാൻ പോകുന്ന 4 വരികൾ, ഈ 4 വരികൾ അറിയാത്ത ഒരൊറ്റ കോളേജ് സ്റ്റുഡൻറ്റോ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റോ തമിഴ്നാട്ടിലുണ്ടാവില്ല. ഈ പ്രേമം ഹൈസ്കൂൾ കോളേജ് ലെവലിലാണല്ലോ കൂടുതൽ. അവിടെ ഈ സെൻറ്റൻസ് ഇല്ലാത്ത പല സിനിമകളിലും ആവർത്തിച്ച സെൻറ്റൻസാണത്. ആ വാചകം ഇതാണ്: എണ്ണരും തലത്തിനാൽ ഇനിയ നിன்றൂഴിക്ക് ഉണ്ണവു നിലയെ പോരാതെ ഉണർവും ഒன்றிட അണ്ണലും നോക്കിനാൻ അവളും നോക്കിനാൾ. ഇവിടെയാണ് കമ്പരാമായണം വ്യത്യസ്തമാവുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ അവർ പ്രേമത്തിൽ ആയിക്കഴിഞ്ഞു വരുന്ന കമ്പൻ പറയുന്നുണ്ട്. ഇതിൽ വേറൊരു തമാശ കൂടിയുണ്ട് കമ്പരാമായണത്തിൽ. രാമനെ വിശ്വാമിത്രൻ ജനകന് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അപ്പം ആദ്യം ജനകന് രാമനെ കണ്ടപ്പോൾ ഇന്ന് ചെറിയ ചെക്കൻ ഈ ചെങ്കന് വില്ലൊക്കെ പൊട്ടിക്കുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ വിശ്വാമിത്രൻ പറയുന്നുണ്ട്, ഇവൻ്റെ രാമൻ്റെ രൂപം കണ്ട് ഈ ചെക്കനോ ഒന്ന് സംശയിക്കേണ്ട, ഒരൊറ്റ അമ്പ് കൊണ്ട് ഇവൻ താടക എന്ന രാക്ഷസിയെ ചരിച്ചവനാണ്. ഇവൻ്റെ ഒരമ്പ് ആദ്യം താടകയുടെ നെഞ്ചു തുളച്ചു, പിന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മലകളെ തുളച്ചു, അവിടെ നിന്നിരുന്ന മരങ്ങളെ തുളച്ചു. തടയാനോ എതിർ നിൽക്കാനോ ഇനി ഒന്നുമില്ലെന്ന് കണ്ടപ്പോൾ ഭൂമിയെയും തുളച്ച് കടന്നുപോയി എന്ന് രാമനെ പറ്റി അഭിമാനത്തോടും അഹങ്കാരത്തോടും ഒരുപാട് സ്നേഹത്തോടും വിശ്വാമിത്രൻ പറഞ്ഞു എന്നാണ് കമ്പർ പറയുന്നത്. രാമൻ ഒന്ന് വില്ല് മുറിക്കാൻ ശ്രമിക്കട്ടെ എന്നു കരുതി, വിരോധമുണ്ടാവില്ലോ എന്ന് വിശ്വസിക്കുന്നു എന്ന് വിശ്വാമിത്രൻ വളരെ പാവമായിട്ട് ജനനോട് പറയാണ്. എന്നുകൂടി രാമനെ അപ്പം തന്നെ ജനകൻ്റെ മനസ്സിൽ
രാമൻ തന്നെ ആവണേ എൻ്റെ മരുമകൻ എന്ന് തോന്നിയെന്നും കമ്പർ പറയുന്നുണ്ട്. മറ്റുള്ള രാമായണങ്ങളിൽ നിന്നെല്ലാം വില്ല് മുറിച്ചു എന്നുള്ളതോട് കൂടിയിട്ട് കൂടുതൽ വർണ്ണനകളൊന്നും അങ്ങനെ പറയുന്നില്ല. പക്ഷെ കമ്പരാമായണത്തിൽ മാത്രമാണ് ഇതിൻ്റെ വർണ്ണന കുറച്ച് കൂടുതലായി വരുന്നത്. ഈ വില്ല് എടുക്കാൻ എങ്ങനെയാണ് രാമൻ നടന്നു പോയത് എന്നത് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. പൊഴിന്തിനെ യാഹുതി വായ്വഴി പൊങ്കി എഴുந்த കോലുങ്കരനെ എഴുന്താൻ ഓമകുണ്ടത്തിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ അഗ്നി ആളിക്കത്ത് ഉയരുന്നതുപോലെയാണ് രാമൻ വില്ല് കുലയ്ക്കാൻ എഴുന്നേറ്റതെന്നാണ് തമിഴിൽ പറയുന്നത്. ഈ വില്ല് പൊട്ടിയ ശബ്ദം മറ്റുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. കമ്പരാമായണത്തിൽ പറയുന്നത് ആ ശബ്ദം കേട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഭൂഗോളം പിളർന്നു പോയതായി സ്വർഗം, ഭൂമി, പാതാളം എന്നീ ലോകങ്ങളിൽ വസിക്കുന്നവർ നടുങ്ങിപ്പോയി. എവിടെ അഭയം തേടുമെന്ന് പരിഭ്രമിച്ചു. ഈ വിധത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദേവന്മാർ പോലും പേടിച്ചെങ്കിൽ ഈ ലോകത്ത് വസിക്കുന്നവരുടെ സ്ഥിതിയെപ്പറ്റി ഞാൻ എന്ത് പറയാനാ? ഈ ഭൂമിയെ താങ്ങിക്കൊണ്ട് ഈ ഭൂമിയുടെ വേര് പോലെ കിടക്കുന്ന നാഗം ആദിശേഷൻ തൻ്റെ മുകളിൽ ഇത് വീഴുകയാണോ എന്ന് ഭയപ്പെട്ടു. സീതയ്ക്കുള്ള മാല പോലെ വില്ലെടുത്തെന്നും കമ്പർ വർണ്ണിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിലൊന്നും വായിക്കാത്ത ഒരു കാര്യം ഞാൻ തുളസീരാമായണത്തിൽ വായിച്ചു. അതിൽ രാജധാനിയിലെ സ്വയംവര വേദിയിൽ വെച്ച് തന്നെയാണ് വില്ല് മുറിക്കുന്നതായി തുളസി രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു വരി കൂടി തുളസി രാമായണത്തിലുണ്ട്. രാമനെയും സീതയെയും കണ്ട ജനങ്ങൾ ദശരഥനോട് കോപിച്ചത്രേ, നിങ്ങൾ ഈ കോമ്പറ്റീഷനൊന്നും വയ്ക്കരുത്, ഇയാൾക്ക് തന്നെ സീതയെ കൊടുക്കണം എന്ന് പറഞ്ഞ് ജനങ്ങൾ അവിടെ വലിയൊരു ബഹളം വെച്ചു എന്നുള്ള ഒരു വാക്കും തുളസി രാമായണത്തിലുണ്ട്. വില്ല് മുറിച്ചതിൻ്റെ വർണ്ണന തുളസി രാമായണത്തിൽ ഇങ്ങനെയാണ്. അതിഗംഭീരമായ ഒരു ശബ്ദം ലോകത്തെ എല്ലാ മണ്ഡലങ്ങളെയും ഞെട്ടിച്ചു കളഞ്ഞു. സൂര്യദേവൻ്റെ കുതിരകൾ തങ്ങളുടെ സഞ്ചാരപഥത്തിൽ നിന്ന് തെന്നിപ്പോയി. ആനകൾ ചിഹ്നം വിളിച്ചു. ഭൂമി വിറച്ചു. സർപ്പരാജാവും ദൈവികവുമായ വരാഹവും ആമയും അസ്വസ്ഥരായി. സർപ്പരാജാവും ദൈവികമായ വരാഹവും ആമയും അസ്വസ്ഥരായി. എല്ലാ ദൈവങ്ങളും രാക്ഷസന്മാരും സന്യാസിമാരും കൈകൾ കൊണ്ട് ചെവി പൊത്തി. ഇതാണ് തുളസി രാമായണത്തിലെ ഒരു വർണ്ണന. അതുമാതിരി തന്നെ ഈ സീത ആനന്ദക്കണ്ണീർ തൂകുന്നത് തുളസി രാമായണത്തിലുണ്ട്. നമ്മൾ പൊതുവേ അത് അങ്ങനെ കേട്ടിട്ടില്ല. സീതയുടെ കണ്ണുകൾ ആനന്ദക്കണ്ണീർ നിറഞ്ഞു എന്നാണ്. അതിനെ തുളസിദാസൻ വർണ്ണിക്കുന്നത് സീതയുടെ കണ്ണുനീർ പിശുക്കൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടുള്ള സ്വർണം പോലെ മിഴിയോരങ്ങളിൽ വീഴാതെ തങ്ങി നിന്നു. ഇതൊരു മനോഹരമായ ഉപമയാണ്. പിശുക്കൻ്റെ വീട്ടിൽ കുഴിച്ചിട്ട സ്വർണം പോലെ മിഴിയോരങ്ങളിൽ വീഴാതെ തങ്ങി നിന്നു സീതയുടെ ആനന്ദക്കണ്ണീർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ശേഷമാണ് ശ്രീരാമൻ എത്ര മഹാനായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ കഴിവുകളെ താൻ വലിയ കഴിവുള്ളവനാണ് അറിഞ്ഞിട്ട് പോലും അതിനെ പുറത്ത് കാണിക്കാതെ ഞാനൊക്കെ ഒരു ചെറിയൊരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. തുളസി രാമായണത്തിലാണ് ഞാനത് വായിച്ചത്. പരശുരാമൻ കയറി വരുന്നുണ്ട് അവിടെ. പരശുരാമനാണല്ലോ ഈ ധനുസ് ജനകന് കൊടുത്തിരിക്കുന്നത്. പരശുരാമനാകെ ഇതൊക്കെ ഈ ചക്കൻ എങ്ങനെയത് പൊട്ടിക്കുക, ഞാനല്ലേ കൊടുത്തത്, അത് ശരിയല്ല എന്ന് പരശുരാമൻ യുദ്ധത്തിന് വരെ തയ്യാറാവും. അപ്പോൾ ലക്ഷ്മണൻ പറയും ഞാൻ പോയി ആൾ ചാമ്പട്ടെ. അപ്പോൾ രാമൻ പറയും നീ നിൽക്ക്, തിരക്ക് കൂട്ടല്ല, അദ്ദേഹം ഒരു വലിയൊരു ക്ഷത്രിയനാണ്, അദ്ദേഹം വലിയൊരു പോരാളിയാണ്, വലിയൊരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്, വിദ്വാനാണ്, നീ കയറി അടിക്കാനൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം പരശുരാമനോട്. എന്നിട്ട് ഒരു അതിമനോഹരമായ ഒരു വാക്ക് പറഞ്ഞാലിത് ഹിന്ദിയിൽ തന്നെ വായിക്കാം. ചൂ ആതാ ഹി ടൂട്ട് പിനാക പുരാന മൈ കഹി ഹേതു കരവു അഭിമാൻ.
ഇവിടെ ഹിന്ദി അറിയുന്ന കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ കുട്ടികളത് ആസ്വദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചു ആതാഹി ടൂട്ട് പിനാക പുരാന മൈ കഹി ഹേതു കരവ് അഭിമാൻ. അർത്ഥം എന്താ അറിയോ? ഇവിടെയാണ് നമ്മൾ രാമൻ്റെ മഹത്വം ആദ്യമായിട്ട് ഈ ചെറുപ്രായത്തിൽ തന്നെ രാമൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയുന്നത്. ഞാൻ തൊട്ടതും ഇത്തിരി പഴയതായ വില്ല് പൊട്ടിപ്പോയി, അതുകൊണ്ട് എനിക്കതിൽ അഭിമാനിക്കാൻ എന്തുണ്ട് മഹർഷി എന്നാണ് ചോദിക്കുന്നത്. അത് ഇവിടെയാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ചെറിയ ഒന്നും ചെയ്യാത്തതിൻ്റെ ക്രെഡിറ്റ് തന്നെ എടുക്കുന്ന കൂട്ടരാണ് നമ്മളമാതിരി സാധാരണക്കാർ. എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത് നമ്മളതിന് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉണ്ടല്ലോ ആൾക്ക്. ഇത് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും വളരെ പറയുന്നു, ഞാൻ തൊട്ടതും വില്ല് പൊട്ടിപ്പോയി, അതുകൊണ്ട് എനിക്കതിൽ അഭിമാനിക്കാനൊന്നുമില്ല, ഒരു പഴയ വില്ലായിരുന്നു എന്ന് പറയുന്നത്. ഇത് തുളസിരാമായണത്തിലാണ് ഞാൻ വായിച്ചത്. ഇനി നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്ക് വരാം. ഇവിടെയും ഈ രാമായണങ്ങളിലൊക്കെ വളരെ വ്യത്യാസം കാണുന്നുണ്ട്. ദശരഥന് രാമൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് മുടങ്ങിയേക്കുമെന്ന് നേരത്തെ തന്നെ തോന്നിയിരുന്നു എന്നൊരു സംശയം വാൽമീകി ഉയർത്തുന്നുണ്ട്. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നേക്കാം എന്ന് ദശരഥൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഒരു തോന്നലുണ്ടായി എന്ന് വാൽമീകി പറയുന്നുണ്ട്. ചില അശുഭങ്ങളായ സ്വപ്നങ്ങൾ അദ്ദേഹം കാണുന്നുണ്ട്. ഇടിവെട്ടോടുകൂടി ഉൽക്ക, അതായത് കൊള്ളിമീൻ വലിയ ശബ്ദത്തോടെ വീഴുന്ന ശബ്ദം, പിന്നെ രാജശുൽക്കമെന്ന വാഗ്ദാനമനുസരിച്ച് ഭരതൻ അവകാശം ഉന്നയിക്കാമെന്ന് തോന്നൽ ദശരഥന് ഉണ്ടായിരിക്കണം എന്ന് ലീലാവതി ടീച്ചർ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഈ സ്വപ്നങ്ങളെ അങ്ങനെയാണ് ടീച്ചറുടെ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അഭിഷേക വാർത്ത മന്ത്രയിൽ നിന്ന് കേട്ടപ്പോൾ കൈകേയിയുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു? ഇവിടെയും ചില വ്യത്യാസങ്ങൾ രാമായണത്തിൽ വരുന്നുണ്ട്. കൈകേയി പറയുന്നു, രാമേവ ഭരതേവാഹം വിശേഷം നോപലക്ഷയേ തസ്മാത് തുഷ്ടാസ്മീയത് രാജാരാമം രാജ്യപി ഷേക്ഷതി എന്നാണ് പറയുന്നത്. രാമനും ഭരതനും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവുമില്ല, രാമാഭിഷേകത്തിൽ ഏറെ സന്തോഷവതിയാണ് ഞാൻ എന്നാണ് കൈകേയി പറയുന്നത്. പക്ഷേ മന്ദര വിജയിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വാൽമീകി രാമായണത്തിൽ പറയുന്നത്, മന്ദര പതുക്കെ മകൻ്റെ കാര്യം എടുത്തിടും. മോൻ്റെ കാര്യം അമ്മയല്ലേ നോക്കേണ്ടത്, നിങ്ങൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കാനുള്ളത്? ഇങ്ങനെ പറഞ്ഞിട്ടാണ് കൈകേയിയുടെ മനസ്സ് മാറ്റുന്നത്. ഇതിൽ വേറൊരു ഇൻ്റർപ്രിറ്റേഷൻ കൂടിയുണ്ട്. ആ സമയത്ത് ദേവന്മാരുടെ ആഗ്രഹപ്രകാരം സരസ്വതി മന്ദരയുടെ നാവിൽ കയറിയെന്നും വാക്ക് വളച്ചൊടിച്ച് പറയിപ്പിച്ചു എന്നും വാൽമീകി രാമായണത്തിലുണ്ട്. കാരണം രാമൻ കാട്ടിലേക്ക് പോയാലേ ഋഷിമാരുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അവയെ പലരെയും കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൈകേയിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി സരസ്വതി ദേവി തന്നെ ദേവന്മാരുടെ കൽപ്പനപ്രകാരം അല്ലെങ്കിൽ ആഗ്രഹപ്രകാരം മന്ദരയുടെ നാവിൽ കയറിയെന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അത് മന്ദര അതിമനോഹരമായ വാക്കാണ് പറയുന്നത് കേട്ടോ, അത് രസകരമായ വാക്കാണ് പറയുന്നത്. ശതോദേകേ സേതുബന്ധേനെ കല്യാണി വിധീയതേ ഉത്തിഷ്ഠ കുരു കല്യാണം രാജാവിനും അത് ദർശയേ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം വെള്ളം വാർന്നു പോയ ശേഷം അണ കെട്ടിയിട്ട് കാര്യമില്ല, എഴുന്നേൽക്കുക, ശുഭമായ കാര്യം ചെയ്യുക, രാജാവിനെ കാത്തിരിക്കുക. ഇതാണ് കൈകേയിയുടെ വാക്കുകൾ. കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയിക്ക് പറഞ്ഞപ്പോൾ രാമൻ സന്തോഷിച്ചു. ചങ്ങലകളൊന്നുമില്ലാതെ സ്വതന്ത്രമായി കുട്ടി ആനയെപ്പോലെ അലയാമല്ലോ,
ഇതാണ് രാമൻ്റെ ആദ്യത്തെ പ്രതികരണം മനസ്സിൽ എന്നാണ് തുളസി പറയുന്നത്. രാമൻ്റെ ആദ്യത്തെ പ്രതികരണം, ആവൂ നമ്മൾ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ രാജ്യഭാരം നേറ്റ് തലയിൽ കയറ്റി നടക്കണ്ട, ഒരു കുട്ടിയാനെ പോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നടക്കാം. ആദ്യത്തെ പ്രതികരണമാണ് രാമൻ്റെ മനസ്സിൽ. ജൂട്ട് ജാനി ബൻ ഗവനു സുനീധർ ആനന്ദു അധികാൻ എന്നാണ് പറയുന്നത്. ഇതേ കാര്യം തന്നെ നമ്മൾ അധ്യാത്മരാമായണത്തിൽ വന്നാലോ. കൈകേയിയോട് രാമൻ പറയുന്നു, രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ പറഞ്ഞാൽ ഭരതൻ, രാജ്യത്തെ രക്ഷിപ്പതിന് മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിന് ഞാനും മതി, ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതും ദണ്ഡകവാസത്തിനേറ്റം വനമല്ലോ എന്നാണ് അവിടെ രാമൻ പറയുന്നത്. ഇതേ കാര്യം നമ്മൾ കമ്പരാമായണത്തിൽ കൗസല്യയുടെ അടുത്ത്, അമ്മയുടെ അടുത്ത് ശ്രീരാമൻ വരികയാണ്. എന്നിട്ട് പറയണത് ഇങ്ങനെ രാജ്യം ഭരിക്കാൻ ഭരതനോടാണ് അച്ഛൻ പറഞ്ഞതെന്നാണ്. ഇത് കേട്ട ഉടനെ കൗസല്യ പറയുന്നത്, അമ്മേ ഞാനല്ല, ഭരതനാണ് രാജ്യം ഭരിക്കുക എന്ന് കൗസല്യയോട് രാമൻ പറയുമ്പോൾ അമ്മ പറയുന്ന ഉത്തരം ഇതാണ്. ഇത് നിയമത്തിന് തെറ്റാണ്, മൂത്തവൻ തന്നെയാണ് ഭരിക്കേണ്ടത്. പക്ഷേ പുരാതന നിയമങ്ങൾക്കെതിരാണ് അത്, എങ്കിലും ഭരതൻ യോഗ്യനാണ്. ഒന്നുകൂടി പറയട്ടെ, നിന്നേക്കാളും നന്നായി ഭരതനാണ് രാജ്യം ഭരിക്കുക, കൗസല്യ സ്നേഹത്തോടെ പറഞ്ഞു എന്നാണ് കമ്പരാമായണത്തിൽ പറയുന്നത്. ഇതേ കാര്യം എങ്ങനെയാണ് തുളസീരാമായണത്തിൽ പറയുന്നതെന്ന് നമ്മൾ നോക്കിയാൽ അവിടെയാണ് ഏറ്റവും രസകരമായ ഒരു മാറ്റം വരുന്നത്. കാട്ടിലേക്ക് പോകാൻ ലക്ഷ്മണനെ കാട്ടിലേക്ക് അയക്കണമെങ്കിൽ ജനകപത്നിയുടെ സമ്മതം കൂടി വേണം. കാരണം സീതയുടെ അനിയത്തിയാണല്ലോ ഊർമിള. അപ്പോൾ അമ്മായിമ്മയുടെ സമ്മതം കൂടി വേണ്ടേ. അപ്പോൾ അവിടെ പോയിട്ട് കൗസല്യ ചെന്ന് പറയുന്നുണ്ട്, മഹാരാജാവ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് രാജ്യം നിലനിർത്താൻ പറ്റിയത് ഭരതനാണ് എന്ന്. അതുകൊണ്ട് ലക്ഷ്മണനെ രാമൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതിൽ വിഷമിക്കരുതെന്ന് പറയുന്നുണ്ട്. കൈകേയി രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഒറ്റ വാക്കേ രാമൻ പറയുന്നതായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഏവമസ്തു ഗമിഷ്യാമി, ഈ ഒരൊറ്റ വാക്കേ പറയുന്നുള്ളൂ. ഒരു വിഷമമില്ലാതെ എല്ലാം കേട്ട ശേഷം രാമൻ ഒരു വാക്കേ പറയുന്നുള്ളൂ, അങ്ങനെ തന്നെ ആവട്ടെ. വേറെ ഒരു വാക്കും രാമൻ പറയുന്നതായി വാൽമീകി രാമായണത്തിലില്ല. ഏവമസ്തു ഗമിഷ്യാമി, ഭവതിക്ക് യാതൊരു ആശങ്കയും വേണ്ട, സുപ്രതിയായി ഭവിച്ചാലും എന്ന് പറയുന്നു. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ അമ്മ എന്ന പ്രയോഗം വളരെ കുറച്ചേ ഉള്ളൂ. ലക്ഷ്മണനാവട്ടെ, ശ്രീരാമനാവട്ടെ, ഭരതനാവട്ടെ, ശത്രുഘ്നാവട്ടെ, അമ്മമാരെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ അമ്മ എന്നുള്ള വാക്ക് ഞാൻ അതിൽ ശ്രദ്ധിച്ചത്. അമ്മമാരെ ഇവർ മക്കൾ സംബോധന ചെയ്യുന്നത് റാണി എന്നും ഭവതി എന്നും ദേവി എന്നും അങ്ങനത്തെ വലിയ വാക്കുകൾ ഉപയോഗിച്ച് മാത്രമാണ് മക്കൾ അമ്മയെ സംബോധന ചെയ്യുന്നത്. ഇതൊരു വലിയൊരു അതിശയമായിട്ട് തോന്നി എനിക്ക്. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ അമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ തുളസി രാമായണത്തിലൊക്കെ അമ്മ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അധ്യാത്മരാമായണത്തിലും അങ്ങനെ തന്നെ. വേറൊന്ന് ഞാൻ ശ്രദ്ധിച്ചത്, വാൽമീകി രാമായണത്തിൽ ഈ അഭിഷേകം മുടങ്ങുമെന്ന് സീതയ്ക്ക് സംശയമുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ ഒരു ശ്ലോകത്തിൽ ഈ അഭിഷേകം മുടങ്ങുമെന്നൊരു സംശയം സീത രാമനോട് പ്രകടിപ്പിക്കുന്നുണ്ട്. രാമൻ സീതയോട് ചെന്ന് പറയുകയാണ് ഇങ്ങനെ കാട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ, അല്ല അച്ഛൻ എന്നെ വിളിക്കുന്നു, എന്തിനാണെന്നറിയില്ല, ഞാൻ പോകണമെന്ന് പറയുമ്പോൾ സീത പറയുന്നുണ്ട്, ദീക്ഷിതനും
വ്രതസമ്പന്നനും മാൻതോൽ ധരിച്ചവനും കലം കൊണ്ട് കയ്യിൽ പിടിച്ചവനുമായി അങ്ങയെ ഞാൻ കാണുന്നവളായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അഭിഷേകത്തിനുള്ള വേഷമാണ്. ദീക്ഷിതനും വ്രതസമ്പന്നനും മാൻതോൽ ധരിച്ചവനും കലം കൊമ്പ് കയ്യിൽ പിടിച്ചവനുമായ അങ്ങയെ ഞാൻ കാണുന്നവളായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം അഭിഷേകത്തിനുള്ള വേഷങ്ങളാണ്. മറ്റൊരു വേഷത്തിൽ രാമനെ കാണേണ്ടി വരുമോ എന്ന ആശങ്ക സീതയുടെ മനസ്സിൽ നാമ്പിട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നൊരു വ്യാഖ്യാനം ലീലാവതി ടീച്ചർ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സീത അത് പറയേണ്ട ആവശ്യമില്ല. ദീക്ഷിതം വ്രതസമ്പന്നം വാജിതധരം ശുചിം കുരംഗംഗശ്യ ഗംപാണീം ചപശ്യതി തത്വാം ഭജാമ്യഹം എന്നാണ് ആ ശ്ലോകം പറയുന്നത്. ഇനി അതുപോലെ രാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ലക്ഷ്മണൻ്റെ കോപം അടങ്ങുന്നില്ല. ലക്ഷ്മണൻ വല്ലാതെ കൈകേയിക്കെതിരായിട്ടും ദശരഥനെതിരായിട്ടും ഒക്കെ വല്ലാതെ പറയുന്നുണ്ട്. പക്ഷെ രാമൻ അവിടെ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്ന ഒരു വലിയൊരു വാചകമുണ്ട്. ശുഭലക്ഷണ എന്നാണ് ഇവിടെ രാമൻ ലക്ഷ്മണനെ വിളിക്കുന്നത്. ഇതിലൊരു ഒരു ഒരു കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് വരാം. അതിന് മുമ്പ് പറയാണ്, കുമാര എന്ന് രാമൻ മാത്രമാണ് ലക്ഷ്മണനെ വിളിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. കുമാര. ഒരാൾ കൂടി ഇതേ വാക്ക് ഉപയോഗിച്ച് ലക്ഷ്മണൻ്റെ കോപം നിർത്തുന്നുണ്ട്. താര. അത് ഞാൻ അവളിലേക്ക് വരുമ്പോൾ ഞാനത് പറയാം. വല്ലാത്തൊരു അതിശയമായിട്ട് തോന്നി എനിക്ക് ഇതിൽ. അപ്പോൾ രാമൻ പറയുന്നു, ഈ ശുഭലക്ഷണ, ലോകത്തിൽ പരമമായിരിക്കുന്നത് ധർമ്മം തന്നെ. ധർമ്മത്തിലാണ് സത്യം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. ഇതനുസരിച്ച് ധർമ്മം എന്ന് പറയപ്പെടുന്നതിൽ സത്യത്തിന് തന്നെയാണ് ഒന്നാം സ്ഥാനം. കൈകേയിക്ക് വരം നിഷേധിക്കുന്നത് സത്യലംഘനമാണ്. സത്യലംഘനം ധർമ്മമാർഗത്തിൽ വർത്തിക്കുന്നവന് ചേർന്നതല്ല. ഇതാണ് വാൽമീകി രാമായണത്തിൽ പറഞ്ഞ വാചകം. അപ്പോൾ കൗസല്യം പറയുന്നുണ്ട്, ഞാനും വരാം കാട്ടിലേക്ക് എന്ന്. അപ്പോൾ രാമൻ പറയുന്നുണ്ട്, ഒരു വിധവയെ പോലെ കാട്ടിലേക്ക് വരുന്നത് ശരിയല്ലെന്നും രാമൻ കൗസല്യോട് പറയുന്നു. പിന്നീട് അമ്മയെ രാമൻ സമാധാനിപ്പിക്കുന്ന വാക്കിതാണ്, ദൈവനിശ്ചയമാണ് കൈകേയിയെ കൊണ്ട് അങ്ങനെ പറയിച്ചതെന്ന് രാമൻ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് രാമനൊരു വലിയൊരു തമാശ പറയുന്നുണ്ട്. അത് ഞാൻ വേറെ ഇതിലും കണ്ടില്ല, വാൽമീകി രാമായണത്തിൽ മാത്രമാണ് കണ്ടത്. ലക്ഷ്മണനോട് പറയുന്നത്, ലക്ഷ്മണ, നീ വസിഷ്ഠ മഹർഷിയോട് ചെന്ന് പറ, ഈ പട്ടാഭിഷേകത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് വാനപ്രസ്ഥത്തിനും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. എന്തൊക്കെയാണോ പട്ടാഭിഷേകത്തിന് ഒരുക്കിയിരിക്കുന്നത് അത് തന്നെയാണ് വാനപ്രസ്ഥത്തിനും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് വസിഷ്ഠ മഹർഷിയോട് പറ, അത് തന്നെ വെച്ചിട്ട് നമുക്ക് വാനപ്രസ്ഥത്തിന് ഞാൻ ഒരുങ്ങിക്കൊള്ളാമെന്ന്. അവിടെ ശരിക്കും അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ വല്ലാതൊരു, ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം എവിടെയെങ്കിലും, പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. ഈ അഭിഷേകത്തിന് ഒരുക്കുന്ന സാധനങ്ങളുടെ പട്ടിക നമ്മളെ അത്ഭുതപ്പെടുത്തും. സത്യം പറഞ്ഞാൽ അത് ഇവരൊക്കെയാണോ അഭിഷേകത്തിന് വരേണ്ടതെന്ന് നമ്മൾ സ്വയം ചോദിച്ചും പോകും. അത്തി കൊണ്ടുണ്ടാക്കിയ ഭദ്രപീഠം അഭിഷേകത്തിന് ഇരിക്കാനുള്ളതാണ്. ഇത് വസിഷ്ഠൻ പറയുന്ന കേട്ടോ, ഇതിനൊക്കെ ഒരുക്കണം. അത്തി കൊണ്ടുണ്ടാക്കിയ ഭദ്രപീഠം അഭിഷേകത്തിന് ഇരിക്കാനുള്ളത്. ഗംഗയിൽ നിന്നും സാഗരങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അഭിഷേക ജലം, നവധാന്യങ്ങൾ, വാസനദ്രവ്യങ്ങൾ, രത്നങ്ങൾ, തേൻ, തൈര്, നെയ്യ്, മലര്, ദർഭപ്പുല്ല്, പൂക്കൾ, ജലം, സുന്ദരികളായ അഷ്ടകന്യകമാർ. ഈ ഇതിന് അഭിഷേകത്തിന് ഉള്ളത് സുന്ദരികളായ അഷ്ടകന്യകമാർ, സ്വർണ്ണക്കാരുകളാൽ അലങ്കരിച്ച് പൂഞ്ഞയുള്ള വെള്ളക്കാള, 4 ദ്രംഷ്ടയുള്ള സിംഹം, ആചാര്യന്മാർ, ബ്രാഹ്മണന്മാർ, പുണ്യപശുക്കൾ, മാനുകൾ, പക്ഷികൾ, പൗരജന പദശ്രേഷ്ഠർ, വണിക്കുകൾ ഇത്യാദികളെയാണ്
നമ്മൾ അഭിഷേകത്തിന് വിളിക്കേണ്ടതെന്ന് വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്. അപ്പം രാമൻ പറഞ്ഞു ഇതേ കാര്യങ്ങൾ തന്നെയാണ് വാനപ്രസ്ഥത്തിന് കാട്ടിലേക്ക് പോകുമ്പോഴും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് നഷ്ടമൊന്നും ആർക്കും അനുഭവിക്കേണ്ട. നോബഡി നീഡ് ഫീൽ എനി ലോസ് ബിക്കോസ് ദ സെയിം തിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വനവാസം ഓൾസോ എന്ന് പറയുന്നുണ്ട്. ഇനി കാട്ടിലേക്ക് പോകുന്ന ഭാഗം എത്തുകയാണെങ്കിൽ അവിടെയും പല വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ സീതയോട് രാമൻ സ്വാഭാവികമായിട്ട് നിന്ന് പറയുന്നുണ്ട് നീ വരണ്ട, ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നമാണെന്ന്. അപ്പോൾ സീത ചോദിക്കുന്നത് എന്താ അറിയോ? താങ്കളെ ജാമാതാവാക്കിയപ്പോൾ എൻ്റെ അച്ഛൻ പുരുഷരൂപമുള്ള സ്ത്രീ എന്നാണോ അങ്ങേപ്പറ്റി കരുതിയിരിക്കുക? വാട്ട് എ വേർഡ്! നമ്മൾ അതിശയിച്ചു പോവും. സീത ചോദിക്കുകയാണ്, നിങ്ങളെ കൂടെ എന്നെ ഇറക്കി വിട്ടപ്പോൾ എൻ്റെ അച്ഛൻ വിചാരിച്ചോ നിങ്ങളൊരു പെണ്ണാണെന്ന്? ആണാണെന്നാണ് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവുക. എന്നിട്ടല്ലേ നിങ്ങളെ കൂടെ ഇറക്കി വിട്ടത്. ഭരതന് ഇവിടെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ പോളിറ്റിക്സ് ആയിട്ട് വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം. ഇതൊക്കെ ഭരതന് കീഴ്പ്പെട്ട വൈശ്യനായും വിധേയനായും അങ്ങ് തന്നെ വർത്തിച്ചാൽ മതി. ഭരതൻ പറഞ്ഞ കേട്ടോ നിങ്ങൾ നിന്നോ, പക്ഷെ ഞാനും കൂടി കേൾക്കണം എന്ന് നിങ്ങൾ പറയുന്നത് കുറച്ചൊരു അബദ്ധം പിടിച്ച കാര്യമാണ്. കാരണം എൻ്റെ അച്ഛൻ നട്ടലിൽ ഒരുത്തം വിചാരിച്ചിട്ടാണ് നിങ്ങളിവിടെ എന്നെ ഇറക്കി വിട്ടത്. അപ്പം ഞാൻ കൂടെ വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇത് നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഒന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വ്യാഖ്യാനത്തെ കരുതാം. അപ്പോൾ ഇവിടെ രാമൻ സീതയ്ക്കൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ വെച്ച് അന്യനെ സ്തുതിക്കരുത്. ഋദ്ധിയുക്താഹി പുരുഷാന സഹന്തേ പരസ്തവം. അതായത് കുറച്ചുകൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചീഫ് ജനറൽ മാനേജറെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ സ്തുതിക്കരുത്. അത് അദ്ദേഹത്തിന് രസിക്കില്ല. എന്നെ നീ ഭരതൻ്റെ മുമ്പിൽ വെച്ച് സ്തുതിക്കരുത്. ഭരതനത് ഇഷ്ടാവില്ല. പവർ ഒരു പവറിൻ്റെ മുമ്പിൽ വെച്ച് വേറൊരു പവറിനെ സ്തുതിക്കരുത്. ഇത് ഏറ്റവും മോഡേൺ മാനേജ്മെൻറ്റിലത് നമ്മൾ ഓഫീസിൽ സൂപ്രണ്ടിന് മുമ്പിൽ വെച്ചിട്ട് ഒരു സാധാരണ ക്ലർക്ക് ഉള്ള കാര്യങ്ങളിവിടെ നടക്കുന്ന സൂപ്രണ്ടിന് ഇഷ്ടാവുമോ? വെരി സിമ്പിൾ. ഇത് വാൽമീകി രാമായണത്തിൽ അതിഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഋദ്ധിയുക്താഹി പുരുഷാന സഹന്തേ പരസ്തവം. ഉയർന്ന പദവിയുള്ള മുമ്പിൽ വെച്ചിട്ട് നീ താണ പദവിയുള്ളവരുടെ ഒരിക്കലും സ്തുതിക്കരുത്. പിന്നെ സീത കാട്ടിലേക്ക് പോകുന്നത് നമ്മൾ പല പടങ്ങളിലും പല വിധത്തിലാണ് കണ്ടിരിക്കുന്നത്. വാൽമീകി രാമായണത്തിൽ പറയുന്നത് സീത നല്ല വസ്ത്രങ്ങളോടും ആഭരണങ്ങൾ അണിഞ്ഞവളുമായി തന്നെ വനത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നത് വസിഷ്ഠ മഹർഷിയാണ്. എന്താ കാരണം? കൈകേയിയുടെ ഇതെന്താ? രാമൻ വനവാസത്തിന് പോകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സീതയും ലക്ഷ്മണനും എങ്ങനെ പോകണം എന്നുള്ള അവർ തീരുമാനിക്കും. അത് കൈകേയി അല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ വസിഷ്ഠ പറയുന്നത് കാരണം രാമൻ കാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് കൈകേയിക്ക് മാത്രമാണ്. അതുകൊണ്ട് എല്ലാ ആഭരണങ്ങളോടും വസ്ത്രധാരണത്തോടും മാത്രം സീത പോയാൽ മതി എന്നാണ് പറയുന്നത്. ഇത് തന്നെ നമ്മൾ അധ്യാത്മരാമായണത്തിലേക്ക് വരികയാണെങ്കിലോ എഴുത്തച്ഛൻ പറയുന്നത് എന്താ? രാമായണങ്ങൾ പലവും കവിവരെ രാമോദമോത്തോടൊപ്പം കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ, ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു. ഇതാണ് സൗമ്യമായിട്ട് അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ പറയുന്നത്. തുളസി രാമായണത്തിൽ വരികയാണെങ്കിൽ സങ്കടമുണ്ടെങ്കിലും ധർമ്മവും ബന്ധങ്ങളും നിലനിൽക്കാൻ രാമൻ കാട്ടിലേക്ക് പോവുകയാണ് നല്ലതെന്ന് കൗസല്യ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛനെ അനുസരിക്കാൻ രാമനോട് പറയുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കൗസല്യയോട് മഹാരാജാവ് പല തവണ പറഞ്ഞിട്ടുണ്ട് പോലും.
ഭരതനാണ് ലൈനേജ് കൊണ്ട് നടക്കാൻ ഈസ് എ ബെസ്റ്റ് മാൻ. ദ പേഴ്സൺ ഹു ക്യാൻ റൺ ദ കൺട്രി ഡെഫിനറ്റ്ലി ഈസ് ബെറ്റർ ദാൻ രാമൻ ഈസ് ഭരതൻ എന്ന് പല തവണ കൈകേയിയോട് ദശരഥൻ പറഞ്ഞിട്ടുള്ളതായി കൈകേയി പിന്നീടൊരു അവസരത്തിൽ ജനകൻ്റെ ഭാര്യ സുനൈനയോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ തുളസി രാമായണത്തിൽ പറയുന്നത്, സങ്കടമുണ്ടെങ്കിലും ധർമ്മവും ബന്ധങ്ങളും നിലനിൽക്കാൻ രാമൻ കാട്ടിലേക്ക് പോവുകയാണ് നല്ലതെന്ന് കൗസല്യ തിരിച്ചറിയുന്നുണ്ട്. എത്ര വാക്കുകൾ ഉപയോഗിക്കും. നമ്മളിവിടെയാണ് ഈ മഹാന്മാരുടെ മുമ്പിൽ വണങ്ങിപ്പോകുന്നത്. വാക്കുകൾ ഉപയോഗിക്കുന്ന ആ ക്രമം, ഒരു വാക്ക് തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഷീ നോസ്, ഷീ റിയലൈസസ്. അതുകൊണ്ട് അച്ഛനെ അനുസരിക്കാൻ രാമനോട് പറയുന്നു. ഈ കാട്ടിലേക്ക് പോകുമ്പോൾ പറയുന്ന വാക്കുകൾക്കും ചില വ്യത്യാസമുണ്ട് കേട്ടോ. കാട് 100 അയോധ്യയ്ക്ക് സമം. അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതത്തോടെയാണ് പോകുന്നതെങ്കിൽ എന്നും കൂടി കൗസല്യ പറയുന്നുണ്ട്. ഇത് നമ്മളെവിടെയും വായിച്ചതായിട്ട് ഓർക്കുന്നില്ല. കാട് 100 അയോധ്യയ്ക്ക് സമം അമ്മയുടെയും അച്ഛൻ്റെയും സമ്മതത്തോടെയാണ് പോകുന്നതെങ്കിൽ എന്ന് കൗസല്യ രാമനോട് പറയുന്നുണ്ട്. അയോധ്യയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സുമിത്രാവചനം എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? രാമനെ ദശരഥനെന്ന് കരുതുക, ജനകാത്മനെ എന്നെപ്പോലെ കരുതുക, വനത്തെ അയോധ്യയായി കരുതുക എന്നാണ് സുമിത്രാവചനം വാൽമീകി രാമായണത്തിലുള്ളത്. എന്നാൽ നമ്മൾ തുളസിയിലേക്ക് വന്നാലോ, ജാനകി അമ്മയാണ്, രാമൻ അച്ഛനും. എവിടെയാണോ രാമൻ അതാണ് അയോധ്യ. ഈ ഒരു വാക്ക് നമ്മൾ പൊതുവേ കേട്ടെ, എവിടെയാണോ രാമൻ അവിടെയാണ് അയോധ്യ. ഈ വാക്ക് തുളസി രാമായണത്തിൽ ആണ് ഞാൻ വായിച്ചത്. പിന്നെ വേറൊന്ന്, ഈ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ, രാമൻ മുമ്പിൽ, സീത നടുവിൽ, പിന്നെ ലക്ഷ്മണൻ, ഇതാണ് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ. വാൽമീകി രാമായണത്തിൽ പറയുന്നത് അയോധ്യയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്മണനാണ് മുമ്പിൽ നടക്കുന്നത്. കാട്ടിലും കുറേ ദൂരം ലക്ഷ്മണൻ തന്നെയാണ് മുമ്പിൽ നടക്കുന്നത്. സീതാ മാതായ ഗച്ഛത്വ മാഗ്രതോ ഭാരതാനുജ പൃഷ്ടേതോനു ഗമിഷ്യാമി സായുധോദ്വിപാദം പദാം എന്നാണ് രാമൻ പറയുന്നത്. ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് ചിത്രകൂടത്തിലേക്ക് പുറപ്പെടുമ്പോഴാണ് ഈ രാമൻ ഇത് പറയുന്നത്. ഈ ലക്ഷ്മണൻ മുമ്പിലും രാമൻ പിമ്പിലും നടുവിൽ സീതയും നടക്കുന്നതിനെ വാൽമീകി രാമായണത്തിൽ ഒരു വരിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സീതേനെ വിശേഷിപ്പിച്ചാണ്, 2 ആനകൾക്ക് നടക്കുന്ന പെണ്ണാനയെപ്പോലെ അവൾ നടന്നു. 2 ആനകൾക്ക് നടക്കുന്ന പെണ്ണാനയെപ്പോൾ അവൾ നടന്നു എന്നാണ് വാൽമീകി ആ നടത്തത്തെ വിശേഷിപ്പിക്കുന്നത്. പിന്നെ വേറൊന്ന്, നമ്മൾ ഭരതോപദേശം വളരെ പ്രധാനമായിട്ട് കേട്ടതാണല്ലോ. വാൽമീകി രാമായണത്തിൽ ഭരതോപദേശമായിട്ടല്ല, ഈ ഭരതൻ കാണാൻ വരുമ്പോൾ രാമനോട് ശരമാരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇങ്ങനെയാണോ രാജ്യം ഇപ്പോൾ നടക്കുന്നത്? ഇന്നയാൾക്ക് ഇന്ന കിട്ടുന്നുണ്ടോ? നെല്ല് വിളയുന്നുണ്ടോ? മറ്റേത് ഇന്ന ആൾക്കാർക്കൊക്കെ സൗഖ്യമാണോ? ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? പിന്നെ എല്ലാവർക്കും അന്നം കിട്ടുന്നു. പിന്നെ ഒരുപാട് എങ്ങനെയാണ് നല്ല രാജ്യം നടക്കേണ്ടതെന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിനൊക്കെ ഭരതൻ ഉത്തരം പറയാണ്. ഇതിനെയാണ് നമ്മൾ ഭരതോപദേശം എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. അവസാനം ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഭരതനെ രാമൻ സമാധാനിപ്പിക്കുന്നത്. ഭൂമിക്ക് മുഴുവൻ അധിപനായി വർത്തിക്കുന്ന രാജാവ് പ്രജകളെ ധർമ്മമനുസരിച്ച് ശിക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പോന്നാൽ സ്വർഗത്തെ പ്രാപിക്കാം. ഈ ഒറ്റ ഉപദേശമാണ് വാൽമീകി രാമായണത്തിൽ
രാമൻ ഭരതന് കൊടുക്കുന്നത്. അത് ഇന്ന വിധത്തിൽ ഭരിക്കണം എന്നല്ല വാൽമീകി രാമായണത്തിൽ. ഇന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, ഇൻ മൈ ആബ്സെൻസ് വെദർ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ദർ എന്നാണ് ചോദിക്കുന്നത്. അതാണ് എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന പേരിൽ എഴുത്തച്ഛൻ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഭരതോപദേശമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞത്. ആ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ. അതിൽ പറയുന്നുണ്ട്, ഈ പുത്രൻ, അത് എല്ലാവർക്കും അറിയുന്ന ശ്ലോകമാണ്, പുത്രൻ പുത്ത് എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണം ചെയ്യുന്നു, അതുകൊണ്ടാണ് പുത്രൻ എന്ന് പറയുന്നത്. പുത്രൻ ഏതിലും പിതൃക്കന്മാരെ രക്ഷിക്കുന്നു, പിതാവിനെ നരകത്തിൽ നിന്ന് ത്രാണം ചെയ്താലും എന്ന് ഉപദേശിച്ചുകൊണ്ടാണ് രാമൻ ഭരതനെ പാദങ്ങൾ കൊടുത്ത്